ഹായ് ഓൾ, വെൽക്കം ടു ഈഗിൾസ്. നമ്മൾ സി എ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ പല വിദ്യാർത്ഥികൾക്കും പല തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം, സി എ എടുക്കാൻ പോവാന്ന് പറയുന്ന സമയത്ത് എല്ലാവരും പറയുന്ന കാര്യമാണ് സി എ ഭയങ്കര ടഫാണ്, സി എ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സി എനെ കുറിച്ചുള്ള നെഗറ്റീവ്സുകൾ മാത്രമാണ് കേൾക്കാറുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ സി എനെ കുറിച്ചുള്ള റിയാലിറ്റി മനസ്സിലാക്കി തരിക, സി എ നമ്മൾ എന്താണ് സി എ കോഴ്സിന് വന്ന ശേഷം ഇതിൻ്റെ റിയാലിറ്റി എത്രത്തോളം ഉണ്ട്, ഇത് എങ്ങനെയാണ് ഈ കോഴ്സിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ ടഫ്നെസ് എന്താണ്, ഇതിൻ്റെ ബുദ്ധിമുട്ടായിട്ടുള്ള പാർട്ടുകൾ എന്തൊക്കെയാണ്, ഇത് പഠിക്കുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ബെനിഫിറ്റുകൾ എന്തൊക്കെ, ഇതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ദ റിയാലിറ്റി ഓഫ് സി എ കോഴ്സ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം. ഇന്ന് നമ്മുടെ കൂടെ +1 +2 സയൻസ് ഫീൽഡിൽ നിന്നും സി എക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഫാരിഷ, അതുപോലെ തന്നെ ഫെമിന, ദേവനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള 3 ചുണക്കുട്ടികളാണ്. നമുക്കറിയാം, സയൻസിൽ നിന്നും സി എക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ സാധാരണ കൊമേഴ്സിൽ നിന്നും വരുന്നതിനേക്കാൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു സയൻസിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഷോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഫാരിഷ, ഈ സയൻസ് ഫീൽഡിൽ നിന്നൊക്കെ വന്നിട്ട് ഈ സി എ എന്ന് പറയുന്ന ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത്? സാധാരണ സയൻസിൽ നിന്ന് ആരും സി എക്ക് വളരെ റയർ ആയിരിക്കും. കാരണം സയൻസിൽ തന്നെ അത്യാവശ്യം ഒരുപാട് കോഴ്സുകൾ നമുക്കുണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതൊക്കെ ഉദ്ദേശിച്ചിട്ടാവും സയൻസ് എടുത്തിട്ടുണ്ടാവാൻ തന്നെ എല്ലാവരും തിങ്ക് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ എൻറ്റയർലി എല്ലാ കോഴ്സുകളും നോക്കിയപ്പോൾ എനിക്ക് പൊതുവേ മെഡിക്കൽ ഫീൽഡിനോട് കുറച്ച് താല്പര്യം കുറവാണ്. എങ്കിലും സയൻസ് എടുത്തത് ഏതിൽക്കും തിരിയാം, അല്ലെങ്കിൽ IAS അങ്ങനെ ഒരു ഉദ്ദേശത്തോടൊക്കെ കൂടിയാണ് ഞാൻ സയൻസ് എടുത്തത്. അതിൽ നിന്ന് ഞാൻ +1 എത്തിയപ്പോഴാണ് സി എ എന്ന കോഴ്സിനെ പറ്റി കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ അത് എല്ലാത്തിൽ നിന്നും അതിനെ നന്നായിട്ട് മാറ്റി നിർത്തുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ഒന്നാമത് അതിൻ്റെ ടഫ്നെസ് തന്നെയാണ് അതിനെ മാറ്റി നിർത്തുന്നത്. പക്ഷേ അതിന് ടഫ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് അത്രയും വാല്യൂ, ഇപ്പോഴും ഏത് കാലത്ത് തുടങ്ങിയതാണെങ്കിലും സ്റ്റിൽ അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട് കോഴ്സിന്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കോഴ്സ് കിട്ടിയാൽ അത് അതിൻ്റെ ഒരു പ്രസ്റ്റീജ് തന്നെയാണ്. അപ്പോൾ ആ 2 അക്ഷരം സി എ എന്നതിനെ പറ്റി ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് +2 കഴിയാനാകുമ്പോഴത്തേനും നമ്മൾ തീരുമാനിക്കുമല്ലോ ഇനി എന്ത് ചെയ്യണം, എന്ത് കോഴ്സ് എടുക്കണം, എല്ലാവരും ചോദിക്കൽ തുടങ്ങും +2 കഴിഞ്ഞ് ഇനി എന്താണ്. ആ ചോദ്യം എന്നെയും സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ +1 സി എ കേട്ടു. അപ്പോൾ ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചു, നല്ല കോഴ്സാണ്. അങ്ങനെ എല്ലാ കോഴ്സും ഞാൻ എന്നെ തന്നെ വാല്യൂ ചെയ്തു, എനിക്ക് ഏതായിരിക്കും ബെറ്റർ. കാരണം സി എ എടുത്തതിന് ശേഷം എനിക്ക് തോന്നരുത് എനിക്ക് വേറൊരു കോഴ്സ് എടുത്താൽ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ കോഴ്സും അതിൽ കടന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ബെറ്റർ എനിക്ക് സി എ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് പിന്നെ സി എ എടുത്തത്. അതിൽ വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവരും സയൻസ് ഇട്ടിട്ട് സി എ, കൊമേഴ്സ് ആവും നല്ലത്, കാരണം അക്കൗണ്ട്സ് അറിയണ്ടാവില്ല, എക്കണോമിക്സിൻ്റെ ബേസ് ഇല്ല, അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാവില്ലേ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നു. പിന്നെ ഞാൻ മെയിനായിട്ട് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ടഫ്നെസ് ഉള്ള സബ്ജക്റ്റിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. പിന്നെ നമുക്ക് പഠിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക വെച്ചാൽ അതിൻ്റെ ആ നിലനിൽപ്പ് എന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സി എ എന്നുള്ള എല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും ആ സി എ എന്നുള്ളതിനോടുള്ള ഇഷ്ടം എനിക്ക് പോവാതെയായി, അത് കൂടി വരൽ തുടങ്ങി. +2 കഴിഞ്ഞപ്പോൾ ഞാൻ അൾട്ടിമേറ്റ്ലി തീരുമാനിച്ചു സി എ തന്നെയാണ്. ഫാരിഷ അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സി എ എന്ന് പറഞ്ഞ കോഴ്സ് എടുത്തിട്ടുള്ളത് അല്ലേ. സാധാരണ സയൻസ് ഒക്കെ കഴിയുന്ന ആൾക്കാരുടെ മുമ്പിൽ നീറ്റ് അല്ലെങ്കിൽ എൻട്രൻസ് എന്നുള്ള സാധനം മാത്രമേ ഉണ്ടാവാറുള്ളൂ. എന്നിട്ടും ഈ പറയുന്ന സി എക്ക് വരാൻ എന്താണ് ഫെമിനയെ താല്പര്യം ഉണ്ടായത്? എനിക്ക് +1 ഓൾറെഡി എൻട്രൻസ് കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പം മുതലേ വീട്ടിലും നാട്ടിലും ഒക്കെ മെഡിസിന് തന്നെ എൻട്രൻസ് ചെയ്താൽ മെഡിസിന് പോവുക, അങ്ങനെ ഒരു മോട്ടീവിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ +2 കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മെഡിക്കൽ ഫീൽഡിനോട് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നില്ല. 10th കഴിയുമ്പോൾ ഓൾറെഡി നല്ല മാർക്ക്, +1 സയൻസ് അത് മതി, അങ്ങനെ ഒരു ഓപ്ഷനാണ് പൊതുവേ നാട്ടിലുണ്ടാവുക. അങ്ങനെ ആ ഒരു ബേസിൽ സയൻസിലേക്ക് പോയത്. പിന്നെ +2 കഴിയുമ്പോൾ എനിക്കൊരു കരിയർ ഓറിയൻറ്റഡ് ക്ലാസ് വന്നു. അവിടെയാണ് ഞാൻ സി എ പറ്റിയിട്ട് ആദ്യമായിട്ട് അറിയുന്നത്. പിന്നെ സി എ അന്ന് കേട്ട് ഞാനത് വിട്ടു. പക്ഷേ പിന്നെ +2 കഴിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് മെഡിക്കൽ ഫീൽഡ് പറ്റില്ല. അങ്ങനെ സി എ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ അന്വേഷിച്ച് അപ്പോൾ എനിക്ക് മനസ്സിലായി സി എൻ്റെ പവർ, വാല്യൂ. അതുപോലെ എൻ്റെ വീട്ടിൽ സി എനെ പറ്റി പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ആ ഒരു മതിപ്പ്. അങ്ങനെയാണ് ഞാൻ സി എ ചൂസ് ചെയ്യാൻ കാരണം. സി എ എടുത്തപ്പോൾ തന്നെ വീട്ടിൽ മാത്രമല്ല നാട്ടിലൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ കേട്ട ക്വസ്റ്റ്യൻ എന്തിനാണ് പാത്ത് കേസ് നിർത്താനാണോ എന്നാണ് ഞാൻ സി എ എടുത്തപ്പോൾ തന്നെ ഫസ്റ്റ് കേട്ട ക്വസ്റ്റ്യൻ. നാട്ടിൽ എല്ലാവരും ചോദിച്ച് നിർത്താൻ പോകാനാണോ, സി എ പറ്റൂല, അതാണ് ഞാൻ ആദ്യം കേട്ടത്. അപ്പൊ എനിക്ക് വാശിയായി, സി എ ഇനി എടുത്തിട്ടേ ഉള്ളൂ, ഇനി അത്രേ ഉള്ളൂ. ഇനി സി എ ഈ ഫൗണ്ടേഷൻ വന്നു, ഇനി എന്തൊക്കെ വന്നാലും സി എ എടുത്തിട്ടേ ഉള്ളൂ അവർ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അതാണ് ഇപ്പൊ എന്റെ സി എയുള്ള മോട്ടിവേഷൻ. സാധാരണ 10th ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് സയൻസ് എടുക്കുന്ന എല്ലാവരും ഈ ഡോക്ടർ ആവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക, അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഡ്രീമോട് കൂടിയിട്ട് അയക്കാറല്ലോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക.
അങ്ങനെ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടായിരുന്നോ +1 +2 സയൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്? ഒരിക്കലും അല്ല. ഞാൻ 9th വെച്ചിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് CA എന്ന് പറയുന്നത്. ആ ടൈമിലാണ് സാറിന്റെ മീഡിയ വൺ അങ്ങനത്തെ ജോഷ് ടോക്സിലൊക്കെ കണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ CA കൊള്ളാം. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഡിസ്കസ് ചെയ്തു. അവളുടെ സിസ്റ്റർ ഇങ്ങനെ പഠിക്കുവാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ 9th ടൈമാണേ. ഇപ്പൊ 10th ആയപ്പോൾ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം മാർക്കുള്ള സ്ഥിതിക്ക് എല്ലാവരും പറഞ്ഞു സയൻസ് എടുത്താൽ മതി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കപ്പോഴും കൊമേഴ്സ് എടുക്കണം എന്നായിരുന്നു. പക്ഷേ അപ്പോഴാണ് അറിഞ്ഞത് ആ കുട്ടിയുടെ ചേച്ചിക്ക് ഇത് സംഭവം കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും കിട്ടിയില്ല, ഫസ്റ്റ് ഫൗണ്ടേഷൻ കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു ഇനി പോണോ, അങ്ങനത്തേക്കുള്ള ഒരു മൈൻഡ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ എല്ലാവരും ചോദിച്ചപ്പോഴും എനിക്ക് എന്നാലും ഒരു പേടിയുണ്ട്. അമ്മക്കാണെങ്കിൽ ബിടെക്കിന് വിടാം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമായിരുന്നു. +2 കഴിഞ്ഞിട്ട് കാറ്റൊക്കെ എഴുതി നോക്കാം, ബിടെക്കിനൊക്കെ പോയി നോക്കാം, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ എനിക്ക് CA പിന്നെ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കണ്ട് യൂട്യൂബ് വീഡിയോസ് അന്ന് കുറവാണ്, അവൈലബിലിറ്റി കുറവാണ്, എന്നാലും കണ്ടു. CA ഓക്കെ, ഈഗിൾസ് കണ്ടു, അങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ടും എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് പോവുക. അതുകൊണ്ട് ഞാൻ ബയോസയൻസ് എടുത്തില്ല, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുത്തത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ വേറെ 12th കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻസ് നോക്കണ്ടായിരുന്നില്ല. കാര്യം മനസ്സിലാവും ഓൾറെഡി CA ആണ്. 9th കഴിഞ്ഞപ്പോൾ തന്നെ CA എന്നുള്ളൊരു പ്രസ്റ്റീജാണ്. ആ രണ്ട് മീൻസ് കിട്ടുന്നില്ല. എല്ലാവരും കിട്ടുമോ പോയിട്ട് കാര്യമുണ്ടോ, ബിടെക് എടുത്താൽ പോരെ, ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു കോഴ്സ് അല്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ സ്റ്റിൽ എനിക്ക് CA ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അങ്ങനെ CA ചൂസ് ചെയ്തതാണ്. സോ നമ്മുടെ വഴി നമ്മളെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി. സോ ഈ CA എടുക്കുന്നതിന് മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, CA ഭയങ്കര ടഫാണ് എന്നൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ CA ഫൗണ്ടേഷന് വന്നു, ജനുവരി എക്സാമിൽ നിങ്ങൾ CA ഫൗണ്ടേഷൻ അപ്പിയർ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. ഇതുവരെ ഈ ഒരു 8 മാസത്തെ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുമ്പോൾ CA എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളെ റിയാലിറ്റി എന്താ? ഈ CA കോഴ്സ് എടുത്ത ശേഷം നിങ്ങൾ മനസ്സിലാക്കിയ റിയാലിറ്റി, CA ഭയങ്കര ടഫായിട്ട് ഇതിലുള്ള ബുക്കുകളിലുള്ള എന്താ നിങ്ങൾ ആ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ ഫേസ് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു 7 to 8 months അല്ലേ വരുന്നത്. പക്ഷെ ICAയുടെ ആ മെറ്റീരിയൽ ഭയങ്കര വാസ്റ്റാണ്. ടു ബി ഓണസ്റ്റ് ഒരുപാട് പഠിക്കാനുണ്ട്. പഠിക്കാൻ ഓക്കെ. സയൻസ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഇക്വേഷൻസ് കാര്യങ്ങൾ അത്രയും വാസ്റ്റ് ആയിരിക്കില്ല. നമുക്ക് അത് പഠിച്ചാൽ തന്നെ ഏകദേശം ആ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. പക്ഷെ CA പറഞ്ഞാൽ ടോപ്പിക്സ് ഒക്കെ അത്യാവശ്യം ടു ബി ഓണസ്റ്റ് എളുപ്പമാണ്. പക്ഷെ അത് പഠിച്ചെത്തുക എന്ന് പറയുന്നതിലാണ് അതിന്റെ ടഫ്നെസ് ഇരിക്കുന്നത്. എങ്ങനെയാണ് ഫെമിനക്ക് തോന്നിയത്? എനിക്കും തോന്നിയത് സെയിം കാര്യമാണ്. ഒത്തിരി കൺസെപ്റ്റ് ഉണ്ട്, ഭയങ്കര വാസ്റ്റ് ടോപ്പിക്കാണ്. 6 months കൊണ്ട് പഠിച്ചെത്തിക്കണം. പിന്നെ സയൻസിൽ നമ്മൾ മെയിനായിട്ട് ഇക്വേഷൻസ്, ഡെറിവേഷൻസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ കുറച്ചൊരു കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. നമ്മൾ ഇപ്പോൾ റിയൽ ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ അതൊക്കെ പഠിക്കുമ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങൾ അതൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നാറുണ്ട്. ഫാരിഷക്ക്? എനിക്ക് എല്ലാവരും ആദ്യം പറയുന്ന കാര്യമാണല്ലോ CA ടഫാണ്. ഫൗണ്ടേഷൻ കയറി വന്നപ്പോഴത്തേക്ക് ആദ്യം പറയും അക്കൗണ്ട്സ് ആയിരിക്കും പ്രശ്നം എന്നൊക്കെ. പക്ഷേ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് അക്കൗണ്ട്സ് ആണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, മാത്സ് ഒരു ബേസ് ഉണ്ടെങ്കിൽ തന്നെ അക്കൗണ്ട്സ് സയൻസ് അങ്ങനെ സയൻസ് ആണ് എന്നൊരു പേടി കൊണ്ട് ഒരിക്കലും ഒരു ടഫ്നെസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ലോയിലായിരിക്കാം. പിന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ സബ്ജക്റ്റ് ഭയങ്കര വാസ്റ്റ് ആണ്. അതായത് അത് പഠിച്ചെടുക്കാൻ ഒരു മിനിമം 1 year കറക്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പോവാം. പക്ഷേ ഈ 6 months കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ടഫ്നെസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് വാസ്റ്റ് ആയിട്ടുണ്ടാവും. അത് ജസ്റ്റ് റീഡ് ചെയ്ത് പോയാൽ നമുക്കൊന്നും കിട്ടില്ല. അത് നന്നായിട്ട് എന്തായാലും ഡീപ്പ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. എന്നാലാണ് അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ, RTP MTP ഇപ്പം തന്നെ നമ്മൾ അതിൻ്റെയൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ടഫ്നെസ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സബ്ജക്റ്റ് വാസ്റ്റ് ആണ്. പക്ഷേ നമ്മുടെ ഇഷ്ടം കൊണ്ടും അത് പഠിക്കുക. സാധാരണ ഈ സയൻസിൽ വരുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ ഡൗട്ട് എന്താണെന്നറിയോ? കൊമേഴ്സിൽ CAക്ക് വരുന്ന സമയത്ത് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാൻ പറ്റുമോ, അത് നമുക്ക് മനസ്സിലാവുമോ, ആ സബ്ജക്റ്റ് ഭയങ്കര ടഫ് ആവൂലേ എന്നുള്ളതാണ്. അക്കൗണ്ടൻസി നിങ്ങൾക്ക് എന്താണ്, ആ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? അക്കൗണ്ടൻസി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ അത് മാത്സ് മെയിൻ ആയിട്ടാണ് ഞാൻ CA ഒന്നാമത് വരാൻ കാരണം. അതുകൊണ്ട് തന്നെ അക്കൗണ്ട്സ് കറക്റ്റ് മാത്സ് അല്ല, മാത്സ് നന്നായിട്ട് മാറ്റുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ബോറടിക്കില്ല. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെന്താ അങ്ങനെ ആയത്, ആദ്യം മുതൽ ചെയ്തു വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വീണ്ടും ആദ്യം മുതൽ ചെയ്ത് അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾ സയൻസിന്റെ ഗേൾസ് ഓൺലി ബാച്ച് അല്ലേ? നിങ്ങളെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? ഞങ്ങളുടെ ക്ലാസ്സിൽ 100.
100 സ്റ്റുഡൻസും സയൻസത്തെ ഗേൾസ് മാത്രമുള്ള ബാച്ച്. ഓവറോൾ എല്ലാവർക്കും അക്കൗണ്ടൻസി ഇഷ്ടമായിരുന്നു ശരിക്കും പറഞ്ഞത്? എല്ലാവർക്കും അക്കൗണ്ട്സ് തന്നെയാണ് താല്പര്യം. സയൻസിൽ നിന്ന് വന്നവർക്കും പലർക്കും താല്പര്യമില്ലാത്ത സബ്ജക്ട് മാത്സ് തന്നെയാണ്. മാത്സ് ആയിരുന്നു. സയൻസ് പഠിച്ചിട്ട് നിങ്ങൾക്ക് മാത്സ് എന്ന് പ്രശ്നം വന്നത് അല്ലേ? മാത്സ് പ്രയാസമല്ല, പക്ഷെ എന്താ വെച്ചാൽ ടൈം മാനേജ്മെന്റ് ആണ്. ഇവിടെ നമ്മൾ +2 പഠിച്ച മാത്സിന്റെ അത്ര ടഫ്നെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അത് ഇത്ര ടൈമിനുള്ളിൽ ചെയ്യാന്നുള്ളതാണ്. അതും OMR ആവുമ്പോൾ തന്നെ നമുക്കത് ഒരു ആൻസർ ചെയ്യുന്നതിലാണ് കാര്യം. അത് ചെയ്തു വരിക, ആ ടൈം മാനേജ്മെന്റ് ആണ് എല്ലാവർക്കും പ്രശ്നമായി തോന്നിയത്. അത് വെച്ച് നോക്കുമ്പോൾ അക്കൗണ്ട്സ് വളരെ ബെറ്റർ ആയിട്ട് എല്ലാവർക്കും ഫീൽ തോന്നി. ഇപ്പൊ നിങ്ങൾ എസ്പെഷ്യലി കൊമേഴ്സ് നിന്ന് വന്ന കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സയൻസിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എല്ലാം പുതിയതാണ്. മാത്സ് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റും പുതിയതാണ്. അപ്പോൾ ലോ എന്ന് പറയുന്ന സബ്ജക്ട് എൻറ്റയർലി നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നാം, തിയറി സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിനെ നിങ്ങൾ എങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സബ്ജക്റ്റ് ഇവിടെ ബിസിനസ് ലോ തന്നെയാണ്. ലോ ആണ്. പഠിച്ച് എത്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും പഠിക്കാൻ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ലോ ആണ്. എന്തുകൊണ്ടാണ് ലോ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? ഒന്നാമത് ഷിഫിൻ സാർ ആണ് ലോ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം. ഷിഫിൻ സാറിന്റെ ക്ലാസ്സിൽ എല്ലാവരും പറയലുണ്ടായിരുന്നു ലോ തിയറി ഉറക്കം വരും. ഷിഫിൻ സാർ ക്ലാസ്സിൽ കയറി ഉറക്കേ വരാറില്ല. അത് ക്ലാസ്സിൽ അതൊരു എൻസൈക്ലോപീഡിയാണ്. ഷിഫിൻ സാറിനെ പറ്റി പറയാൻ തുടങ്ങിയ നിർത്താൻ പറ്റൂല. അത് എല്ലാം സാറ് എങ്ങനെ ബോറടിപ്പിക്കാതിരിക്കാവോ അങ്ങനെയൊക്കെ ചെയ്യും. സാറ് നല്ല നല്ല എക്സാമ്പിൾസ്, സാറിന്റെ കയ്യിൽ നിന്നുള്ള എക്സാമ്പിൾ, സാറിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ എല്ലാം ഇവൻ സാറിനെ ഫുൾ എക്സാമ്പിൾ ആക്കിയിട്ട് സാർ അങ്ങനെ എല്ലാവരും എക്സാമ്പിൾ ആക്കി നല്ല അടിപൊളി ലോ പഠിപ്പിക്കും. അതുകൊണ്ട് ഷിഫിൻ സാറിനുള്ള ഇഷ്ടം കൊണ്ട് ലോ ഏറ്റവും ഇഷ്ടമാണ്. പിന്നെ പഠിച്ചെത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. തിയറി ആയതുകൊണ്ട് എന്ന് റിവൈസ് ചെയ്യണം, ഒത്തിരി വേഴ്സ് ടോപ്പിക് ഉണ്ട്, പിന്നെ അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ തന്നെയും ലോ പഠിക്കാൻ നമുക്ക് എന്തായാലും ഇൻട്രസ്റ്റ് ഉണ്ടാവും. തിയറി സബ്ജക്റ്റിന് ഒരു മടിപ്പ് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഈ പാരന്റ്സിന്റെ ഒക്കെ 100% സപ്പോർട്ട് ഉണ്ടായിരുന്നോ നമ്മൾ CA പോരാന്ന് പറഞ്ഞ സമയത്ത്? ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമൊക്കെ അവർക്കും ആദ്യം തന്നെ മോള് വന്നിട്ട് അമ്മ എനിക്ക് CA ആണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അവർ പറയില്ലല്ലോ. ഓക്കെ, അപ്പൊ അമ്മ പറഞ്ഞാ നോക്കട്ടെ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് എല്ലായിടത്തും കേട്ട് അവർ പറഞ്ഞു ടഫാണ്, പഠിക്കേണ്ട പോലെ പഠിക്കണം, അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ടാവും, ഡിഗ്രിയിലാണ്. പക്ഷെ നമ്മൾ ഡിസ്റ്റൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ CA വന്നാൽ CA ആയിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയായിരുന്നു. റിലേറ്റീവ്സ് ആയാലും CA വന്നതിനെ സാധാ കോഴ്സ് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ഒരാൾ ബിടെക്കിന് പോകാൻ പറഞ്ഞാൽ ബിടെക്കിന് പോകും, നീറ്റിന് പോയാലും എഴുതി നോക്ക് കിട്ടും. CA വന്നാൽ മാത്രം എല്ലാവരും പറയാ കിട്ടുമോ സംഭവം. അതാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി CA വരാൻ പോകുന്ന +2 കഴിഞ്ഞിട്ട് CA എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തേക്കാരം? അഡ്വൈസ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടായിട്ട് CA പഠിക്കാൻ, നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം CA വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തായാലും പകുതി വെച്ചിട്ടിപ്പോ ഡ്രോപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. പക്ഷെ അതെന്തായാലും ആഗ്രഹം ഇല്ലാണ്ട് മേ ബി പാരന്റ്സിന്റെ ഫോഴ്സിന് വന്നവരായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് പരസ്യം കണ്ടിട്ട് വന്നിട്ടായിരിക്കാം. ഇത്ര വർഷത്തിനുള്ളിൽ ഇത്രയും നല്ല സാലറി, ഇത്രയും നല്ല പ്രസ്റ്റീജ് പൊസിഷൻ, അതൊക്കെ കണ്ടിട്ട് വന്നവരായിരിക്കാം. അങ്ങനെ വരരുത്. അങ്ങനെ വന്നാൽ എവിടെ എത്താൻ പോണില്ല. നമ്മൾ നല്ല CA എന്നുള്ള 2 അക്ഷരത്തിനോട് അത്ര ഇഷ്ടം ഉണ്ടായിരിക്കണം. സാർ പറഞ്ഞ പോലെ അത് മനസ്സിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിലേ CA എന്നുള്ള കോഴ്സ് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ മെന്റൽ സ്റ്റെബിലിറ്റി അതില്ലാതെ വന്ന കുട്ടികൾക്കും വളരെ പ്രശ്നമാണ് CA. നമ്മൾ ഫിസിക്കലിയും കുറേ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ മെന്റൽ പ്രോബ്ലംസ് ചാടിക്കിടന്നവനെ CA എന്തായാലും എത്തിയിട്ടുള്ളൂ എവിടെയെങ്കിലും. എന്താണ് ഫെമിനക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്? എനിക്ക് ഇതുപോലെ മെന്റൽ കപ്പാസിറ്റി വേണം. നമ്മൾ ഒത്തിരി കാര്യങ്ങളിലൂടെ പോകാനുണ്ട്, അതൊക്കെ നമുക്ക് സഹിക്കാനുള്ളൊരു കപ്പാസിറ്റി വേണം. അതുപോലെ നമ്മൾ +1 +2 നമ്മൾ ഒരുപാട് കുത്തിയിരുന്ന് പഠിക്കാറൊന്നുമില്ല. നമുക്ക് വേഗം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചൊക്കെ കുത്തിയിരുന്ന് പഠിച്ച് ശീലിക്കുക, അതാണ് എനിക്ക് മെയിനായിട്ട് കൊടുക്കാനുള്ളത്. കുറച്ചേരി ഇരുന്ന് പഠിച്ച് ശീലിക്കുക. അത് CA വരുമ്പോൾ ഒത്തിരി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. സയൻസ് കൊമേഴ്സ് ആ ഒരു ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നന്നായിട്ട് പഠിക്കുക. അതായത് ഒരിക്കലും ഒരു ബ്രില്യൻസി, ഒരിക്കലും CA കോഴ്സ് അളക്കുന്നത് ഒരാളെ ബ്രില്യൻസിയോ അല്ല, എത്ര മാത്രം അവർ പഠിക്കുന്നുണ്ട്, ഞാൻ എത്ര പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി എത്ര ഹവേഴ്സ് പഠിക്കുന്നുണ്ട് എന്നുള്ളതിലാണ് കാര്യം. അതിലാണ് എഫക്റ്റ്. അല്ലാണ്ട് ഇത്ര ബ്രില്യൻ്റ് ആയ കുട്ടിയൊക്കെ അങ്ങനെ ഒരിക്കലും ഇല്ല. എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും നമ്മൾ കുത്തിയിരുന്ന് പഠിക്കണം. നമുക്ക് ആ ഉള്ളിൽ ആ ഇഷ്ടം ഉണ്ടെങ്കിൽ അത് വരും. പിന്നെ മെന്റൽ സ്ട്രെങ്ത്, ഇവരെല്ലാവരും പറഞ്ഞ പോലെ മെന്റൽ സ്ട്രെങ്ത് വേണം. ഇനി അത്ര ഇഷ്ടപ്പെട്ട് വന്നവരാണ്, മെന്റൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമ്മൾ ഈ കോഴ്സിലൂടെ ആ മെന്റൽ സ്ട്രെങ്ത് ഉള്ള ഒരു ക്വാളിറ്റി പേഴ്സൺ ആയിട്ട് CA ആവുകയുള്ളൂ അല്ലേ? ഓക്കെ. ഇപ്പോൾ +2 വരെയുള്ള നിങ്ങളെ പഠനകാലവും നിങ്ങൾ അതിനുശേഷം ഇവിടെ വന്ന ശേഷം നിങ്ങളെ പഠനത്തിന്റെ ഒരു പഠനകാലം എങ്ങനെ ഉണ്ടായിരുന്നു, ആ വ്യത്യാസം?
അത് വലിയൊരു വ്യത്യാസമാണ്. ഞാൻ ഒന്നിന്ന് +2 എത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലൈക്ക് നമ്മൾ ഒരിക്കലും ഞാനൊന്നും കുത്തിയിരുന്ന് പഠിച്ചിട്ടേ ഇല്ല. എക്സാമിൻ്റെ സയൻസ് ഒക്കെ ആകുമ്പോൾ തന്നെ എക്സാമിൻ്റെ സയൻസ് ആണെങ്കിൽ കൂടിയും അത്രയും ടഫാന്ന് എല്ലാവരും പറയെങ്കിലും അത്രയൊന്നും ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം എക്സാമിൻ്റെ ഒരു 2-3-4 ദിവസം ഒരു 10 ദിവസം ഇരുന്ന് പഠിക്കുന്നല്ലാണ്ട് ഇങ്ങനെ പഠിച്ചിരുന്നില്ല. ഇവിടെ വന്നിട്ട് ലൈക്ക് ഇന്നെ നമുക്ക് പഠിക്കാനുള്ള മോട്ടീവ് ഇവിടെ നിന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ അപ്പുറത്തുള്ളവരൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, പിന്നെ പഠിക്കാം. കാരണം ഇപ്പോൾ ഇവിടെ ഒരു 8 hours കണ്ടിന്യൂസ് ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ടാവും. അത്രയും എഫക്റ്റീവാണ്. നമുക്ക് പഠിക്കാനല്ലാതെ വേറൊരു ഇതില്ല. കാരണം അത്രയും പഠിക്കാനുണ്ട്. പക്ഷേ അത് ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ നല്ല രസമാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ ഫോണൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ബുക്ക് ആ കോഴ്സിനോട് നമുക്ക് അത്രയും ഇഷ്ടം കൂടി വരുന്നേ ഉള്ളൂ. ഞാനും ഇതുപോലെ +2 ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് 10 years പ്രീവിയസ് ഇയർ ചെയ്യും, എക്സാം എഴുതും, അങ്ങനെയാണ് A+ കിട്ടുന്നതൊക്കെ. എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാമെന്ന് എനിക്ക് പറ്റും ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ബ്രേക്സ് വേണ്ട ഒരാളായിരുന്നു. ഇവിടെ വന്നിപ്പോൾ ഒരു 5 hours സ്ട്രെയിറ്റ് ഇരിക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ഇങ്ങനെ ബ്രേക്ക് എടുക്കാൻ തോന്നുവാണെങ്കിൽ ചുറ്റുമുള്ളവരെ നോക്കുക, എല്ലാവരും പഠിക്കുമായിരിക്കും, അപ്പോൾ നമുക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നില്ല. പിന്നെ ക്ലാസ്സിൽ തന്നെ പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്. പിന്നെ ഈഗിൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ ഇറങ്ങിയാലും പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്. വാഷ്റൂമിൽ വരെ പഠിക്കുമായിരിക്കും, എല്ലാവരും വാഷ്റൂമിലും ഇവിടെ കോറിഡോർസിലും എല്ലാം പഠിക്കുമായിരിക്കും. അപ്പോൾ എവിടെ പോയാലും നമ്മൾ പഠിച്ചു പോകും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഫെമിന് പറഞ്ഞ പോലെ തന്നെ ഇവൻ വാഷ്റൂമിൽ വരെ സീരിയസ്ലി നമ്മൾ പോവായിരിക്കും, ബ്രേക്ക് ഒക്കെ എടുക്കുക, അമ്മേ വാഷ്റൂമിൽ അടുത്ത കുട്ടി ഇരുന്ന് പഠിക്കുന്നു. നമ്മൾ മീൻസ് അത്രയും കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലോ. അതുപോലെ തന്നെ എല്ലായിടത്തും പഠിത്തം. നമ്മളെന്താ പണ്ടൊക്കെ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങി ഓടും ഷെയർസ് ആയിട്ട് ഓരോരോ സ്ഥലത്ത് സീറ്റ് പിടിക്കാനായിട്ട്, ക്യാബിൻ്റെ ഫ്രണ്ടിൽ സ്റ്റെയർസിലൊക്കെ. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതുപോലെ തന്നെ മെന്റേഴ്സ് ആയാലും പഠിക്കണം എന്നുണ്ടോ അടിപൊളിയായിട്ട് പഠിക്കാം, അതിനുള്ള സപ്പോർട്ട് എൻവയൺമെന്റ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഈഗിൾസ് ചൂസ് ചെയ്യണം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറെ നോക്കിയായിരുന്നു. നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന എന്തോ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, CA പാസ്സാവണോ എന്നാൽ ആ രഹസ്യം ഈ 24-കാരനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത സംഭവം. 24-കാരനുണ്ട്. അപ്പൊ അത് കണ്ടു. ഓക്കെ. പിന്നെ ഇങ്ങനെ ആ ടൈമിൽ നിങ്ങൾ ഷിപ്പിംഗ് സാറും സാറെ കൂടിയിട്ട് ഓരോരോ സ്ഥലത്ത് നിന്ന് വീഡിയോ കാറിലിരുന്ന് ചെയ്യുന്നു, സാറിന്റെ ആർട്ടിക്കിൾഷിപ്പ്. അപ്പൊ ഞാൻ എല്ലാ വീഡിയോസും ഇങ്ങനെ കാണും. പിന്നെ അങ്ങനെ സ്ട്രൈക്കായി. പിന്നെ വേറെ നോക്കിയപ്പോഴും ഈഗിൾസ് മനസ്സിൽ കയറി. പിന്നെ എനിക്ക് തോന്നണില്ല. അപ്പൊ നമ്മുടെ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നോക്കിയായിരുന്നു. എൻ്റെ വീട് എറണാകുളത്താണ്. അപ്പൊ നോക്കി. പിന്നെ അവിടെ പോയാൽ റെസിഡൻഷ്യൽ ബാച്ചസ് കുറവാണ്. അപ്പൊ നമ്മൾ ഡേ സ്കോളറായിട്ട് പോവും, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, തിരിച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് വരും, പിന്നെ ഇത്തിരി നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും, പഠിക്കില്ല. അതായിരുന്നു മെയിൻ മോട്ടീവ്. ഇങ്ങോട്ട് വന്നാൽ ആ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് കമ്പൽ ചെയ്യണമല്ല, വേണമെങ്കിൽ വന്നാൽ മതി. പക്ഷെ എനിക്ക് അങ്ങനത്തെ റെസ്ട്രിക്ഷനിൽ പഠിക്കണം എന്നാലേ കിട്ടുള്ളൂ. അതും എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് എനിക്കറിയായിരുന്നു. അവിടെ നിന്ന് പഠിച്ചാൽ എന്തായാലും കിട്ടാൻ പോലുള്ള വെറുതെ വേസ്റ്റ് ഓഫ് മണി ആൻഡ് ടൈമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈഗിൾസ് പേഴ്സണലി ചൂസ് ചെയ്തത്. എനിക്ക് ഈഗിൾസ് റെക്കമെൻഡ് ചെയ്തത് ഒരു CA ഫൈനലിസ്റ്റ് ആണ്. ഇവിടെ അല്ല പഠിച്ചത്, എന്നിട്ടും എന്നോട് പറഞ്ഞു ഈഗിൾസ് പോയിക്കോ, അവിടെ കിട്ടും. ആദ്യം നിനക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ അത് യൂസ് ടു ആവും. ഞാൻ ഈഗിൾസ് ചൂസ് ചെയ്യാൻ മെയിൻ കാരണം ഫോൺ ഇല്ലാത്തതാണ്. എനിക്കൊക്കെ ഫോൺ ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ അഡിക്റ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അല്ല. ഇപ്പൊ വീട്ടിൽ പോയാലും അങ്ങനെ ഫോൺ എടുക്കാൻ തോന്നൂല. കാരണം ഇവിടെ നമ്മള് ഒരു 90s ലൈഫ് ജീവിക്കുന്നതല്ലേ, അതൊരു വേറെ വൈബ് തന്നെയാണ്. നോക്കിയയിൽ ഫോട്ടോ എടുക്കുക, ആ മെമ്മറീസ്. അതുപോലെ അരമണിക്കൂർ ഫോൺ ഉണ്ടാവുള്ളൂ, ആ സമയത്ത് ഞങ്ങൾ നോക്കിയയിൽ ഫോട്ടോസ് ഒക്കെ ഇടുക, ആ മെമ്മറീസ്. അതുപോലെ നമുക്ക് പുറത്തിനെ പറ്റി ഒന്നും അറിയില്ല, നമ്മൾ പുതുതായിട്ടെല്ലാം അറിയുന്നു, ആ മെമ്മറീസ്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പഠിക്കാനാണെങ്കിൽ എല്ലാ അറ്റ്മോസ്ഫിയറും ഉണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ച് പഠിച്ചു, നമ്മൾ നല്ല മടുത്തു, അങ്ങനെ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ഇരിക്കുമ്പോഴാണ് ഈ സാറ് വരുന്നത്. അതിനൊരു പ്രത്യേക കഴിവ് സാറിനുണ്ട്. കറക്റ്റ് സാർ അറിഞ്ഞു വരും, അപ്പോൾ മോട്ടിവേഷൻ തരും, പിന്നെ നമ്മൾ പിന്നെയും പഠിക്കും. അപ്പോൾ അത് മാത്രമല്ല മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കട്ടെ. ഗേൾസ് ഓൺലി ബാച്ച് പറഞ്ഞാൽ ഞാൻ സീരിയസ്ലി ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഇങ്ങനെ ഒരു ബാച്ച് കിട്ടാൻ, ഇങ്ങനത്തെ ഫ്രണ്ട്സിനെ കിട്ടാൻ. ഇത്ര സപ്പോർട്ട് ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല, അതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. സോ എല്ലാം കൊണ്ട് ഈഗിൾസിൽ പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഞാൻ പേഴ്സണലി ഈഗിൾസ് ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, എനിക്ക് നമ്മളെല്ലാം ആദ്യം CA ചൂസ് ചെയ്തു. ഇനി നമ്മൾ CA ആണ് പഠിക്കാൻ പോകുന്നത്, ഇനി അടുത്തത് എവിടെ പഠിക്കും, അതാണ് അടുത്ത ചോദ്യം. അങ്ങനെ ഞാൻ ആദ്യം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈഗിൾസ് ആദ്യം എൻ്റെ ഇതിൽ വന്നില്ല, പിന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. പിന്നെ എൻ്റെ ഒരു ബ്രദർ ഇവിടെ സീനിയറായിട്ട് പഠിച്ചിരുന്നു, ആൾ സജസ്റ്റ് ചെയ്തു പഠിക്കാം എന്നുള്ള ഉദ്ദേശം മാത്രം ഉണ്ടെങ്കിൽ ഈഗിൾസിക്ക് വന്നാൽ മതി, കാരണം അത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ.
ഇനി ഞാൻ നോക്കിയിരുന്നത് ഞാൻ പഠിക്കും. കാരണം നമ്മൾ സി എ കോഴ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ വീട്ടുകാരും നാട്ടുകാരൊക്കെ വിചാരിച്ചു അവൾ സി എ ആയി, അപ്പോൾ ഇനി സി എ എന്നൊരു പിന്തിരിവില്ല എന്ന് ഞാൻ ഉറപ്പിച്ച കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കും. ഞാൻ എങ്ങനെ പഠിക്കുമോ അതിനനുസരിച്ച് ഇന്നെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. ദാറ്റ്സ് വൈ ഈഗിൾസ് ഞാൻ സെലക്ട് ചെയ്തത്. കാരണം നമ്മൾ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഫൗണ്ടേഷനിൽ തന്നെ 300 എബോവ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഈച്ച് ആൻഡ് സ്റ്റുഡൻസിന് ഇവരിപ്പോഴും എങ്ങനെയാണ് പേഴ്സണലി മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പേഴ്സണലി നോക്കി നടത്തുന്നത് എനിക്കറിയില്ല. നമ്മൾ വിചാരിക്കും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഓരോ കാര്യങ്ങൾ നടന്ന് സാർ വന്ന് നമ്മൾ സംസാരിക്കുമ്പോഴാവും സാർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. സാർ വാച്ച് ചെയ്യുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്തായിരിക്കും കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഫ്രണ്ട്സ്, ഫെമി പറഞ്ഞ പോലെ ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടാണ്. നല്ല മെൻ്റൽ പ്രഷർ ഉണ്ടാവും. ഇപ്പോൾ ഇത്രയും ഗേൾസ് ഓൺലി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും ഒരിക്കലും ഇതില്ല. ഗേൾസ് ഓൺലി പറഞ്ഞാൽ നല്ല ബ്ലെസ്ഡ് ക്ലാസ് ആയിരുന്നു. 100 സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊരു ഫാമിലിയാണ്. ഇവിടെ ഒരു ഫാമിലിയാണ്. നമുക്കൊരിക്കലും ഫോൺ വേണമെന്ന് ഒന്നും തോന്നാറില്ല. എല്ലാതും ഇപ്പം എന്ത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായാലും ഒരാളെ പ്രശ്നം എല്ലാവരും കൂടി ഇതാക്കുമ്പോൾ അത് വളരെ നല്ല രീതിക്ക് ഞങ്ങൾ എല്ലാവരും എടുത്തിട്ടുള്ളൂ. അത് എൻജോയ് ചെയ്യാറുണ്ട്. അത് സോൾവ് ചെയ്യുക, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ മോട്ടീവ് വരിക നമ്മുടെ വിഷമം കാണുമ്പോൾ നമ്മൾ അതിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കും കൂടി ഒരു എനർജി കിട്ടുന്നുണ്ട്. അത് വളരെ ഒരു പോസിറ്റീവ് തിങ് ആയിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്ന് സയൻസ് കഴിഞ്ഞിട്ട് ഇപ്പം ഒരുപാട് വിദ്യാർത്ഥികൾ നീറ്റിനും എൻട്രൻസിനൊക്കെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. സോ അത്തരം വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് സി എ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവരോട് സി എനെ കുറിച്ച് മനസ്സിലാക്കണം, സി എക്കൊക്കെ പോകണം എന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ അവരെക്കുറിച്ച് അങ്ങനെ ഒരു സജഷൻ കൊടുക്കണമെങ്കിൽ? സി എ എന്ന കോഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എല്ലാവരും അന്വേഷിക്കുമല്ലോ. പക്ഷേ സി എ എന്ന കോഴ്സിൻ്റെ പ്രത്യേകത അതിൻ്റെ ആ ഒരു പ്രസ്റ്റീജ് അത് വളരെയധികം പ്രത്യേകതയാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും മണി അതൊക്കെ നോക്കുക. പക്ഷേ അതിനോട് ഇഷ്ടം ഉള്ളപ്പോഴാണ് നമ്മളത് എടുക്കേണ്ടത്. കൂടുതൽ സാലറി ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ സി എ എടുക്കുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം. ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടെടുക്കുന്ന ഒരാൾക്ക് അത് അത്രയും ഇഷ്ടമുള്ള ഒരു കോഴ്സ് തന്നെ ആയിരിക്കും. സി എ ഈ കാലഘട്ടത്തിൽ എല്ലാ കോഴ്സിൻ്റെയും വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നൊരു ഡിഗ്രി അല്ലെങ്കിൽ ഇന്നൊരു പുതിയ കോഴ്സ് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്ക് ആ കോഴ്സിൽ എല്ലാവരും ആയി, ആ കോഴ്സിന് ഒരു വാല്യൂ ഇല്ലാണ്ടായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ തന്നെ വളർന്നു വരുമ്പോൾ, കാരണം ഗേൾസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കെട്ടിച്ചു വിടുക അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും പലരും, മാരേജ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ. പക്ഷേ നമുക്ക് തന്നെ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരാഗ്രഹം, അതും വലിയൊരു പൊസിഷനിൽ എത്തണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉള്ള ഞാൻ അങ്ങനെയായിരുന്നു. എന്താവണം എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ എനിക്ക് വലിയൊരു പൊസിഷൻ ആയിരിക്കണം, അതിന് വേണ്ടി ഞാൻ എത്രയും വർക്ക് ചെയ്യും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എല്ലാതും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സി എ ഭയങ്കര സ്ട്രൈക്കായിട്ട് തോന്നി. ദ ബെസ്റ്റ് കോഴ്സസ് ആദ്യം സെലക്ട് ചെയ്താൽ തന്നെ അതിൽ ആദ്യം വരും സി എ എന്നുള്ള കോഴ്സ്. പക്ഷെ അത് അത്ര ബെസ്റ്റ് ആവുന്നത് അതിൻ്റെ ടഫ്നെസ് കൊണ്ടാണ്. ആ ടഫ്നെസ് മനസ്സിലാക്കി എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ രസമുണ്ട്. പിന്നെ അത് കിട്ടുമ്പോഴും അത്രയും സന്തോഷം ഉണ്ടാവും. ഒന്ന് മാറി ചിന്തിക്കണമെന്ന് പറയാൻ എന്തുകൊണ്ട് ഈ സയൻസ് സ്റ്റുഡൻസിനോടൊന്ന് മാറി ചിന്തിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്? യൂഷ്വലി സയൻസിന് പോകുന്ന മെജോറിറ്റി ആൾക്കാർ സയൻസ് ഇഷ്ടമില്ലാതെ വരുന്നവരാണ്. അപ്പോൾ വേറെ എന്ത് ക്വസ്റ്റ്യൻ ഡൈവേർട്ട് ചെയ്യാം അങ്ങനെ പോകുന്ന ഒരാൾക്കാരാണ്. അതിൽ മെജോറിറ്റിയും പോകുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾക്കാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് സി എൻ്റെ ടഫ്നെസ് തന്നെ മതി. സി എൻ്റെ പ്രസ്റ്റീജ്, പവർ, അതിലൊക്കെ ഉപരി സി എന്ന 2 അക്ഷരത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡ്, കൊമേഴ്സ് ഫീൽഡ് അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും സി എ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ മാറി ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സി എ ഒക്കെ ഒന്ന് നിങ്ങൾ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒന്നും കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടുമായിരുന്നു. സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നില്ല. ഇന്റർ തന്നെ 2 ഗ്രൂപ്പ്, വെരി ഗുഡ് വെരി ഗുഡ്. ബോത്ത് ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു സെക്യൂർഡ് ജോബ് ഉണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നതിലാണ് കാര്യം. അതുപോലെ തന്നെ നമ്മള് ഫൈനൽ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കമ്പനി ഹെഡായിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫേം അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യണം താല്പര്യം. അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. ഫേം ഇടാം, നമുക്ക് ഫാക്കൽറ്റി ആവാം, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും സി എ പഠിച്ചിട്ട് ജോലി ഇല്ലാണ്ട് നടക്കണവരെ ഞാൻ കണ്ടിട്ടില്ല. ബിടെക് പഠിച്ചിട്ടും കുറെ പേരുണ്ടല്ലോ ജോലിയില്ല, ഉണ്ടെങ്കിൽ തന്നെ അത്ര നല്ല സാലറി ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ. പക്ഷെ സി എക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഷിഫിൻ സാർ പറഞ്ഞിരുന്നു, സാറിന്റെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇന്റർ കംപ്ലീറ്റ് ആയിട്ടില്ല അത്രേ, പക്ഷേ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് എന്തോ കിട്ടിയില്ല. പക്ഷെ അതിങ്ങനെ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് കമ്പനിയിൽ നിന്ന് എന്തോ ഇന്റർവ്യൂ വന്നപ്പോൾ കമ്പനിക്കാർക്ക് പുള്ളിനെ മതി അത്രേ, അങ്ങനെ എന്തോ സംഭവം. ഷിഫിൻ സാറ് തന്നെ പൊട്ടൻഷ്യലൊക്കെ അങ്ങോട്ട് പുറത്ത് വരും. പൊട്ടൻഷ്യൽ പുറത്ത് വരും ഈ കോഴ്സ് പഠിക്കുന്നതോട് കൂടിയിട്ട് അല്ലേ? പൊട്ടൻഷ്യലൊക്കെ പുറത്ത് വരും, അതാണ് മെയിൻ സംഭവം. അത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ സി എന്ന് പറയുന്നത് ഇത് പഠിക്കുന്നതോട് കൂടിയിട്ട് ആ പേഴ്സന്റെ ഒരു ക്വാളിറ്റി എൻ്റയർലി ചേഞ്ച്ഡ് ആയിരിക്കും. മറ്റുള്ള കോഴ്സുകളിൽ നിന്നൊക്കെ ഈ വ്യക്തിയുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അയാളുടെ പൊട്ടൻഷ്യൽ സ്കില്ലൊക്കെ
ഭയങ്കരമായിട്ട് പുറത്ത് വന്ന് ആള് സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും മറ്റുള്ളവരിൽ നിന്ന്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് സയൻസ് സ്ട്രീമിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അവർക്ക് CA എടുത്തിട്ട് അവർ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് ഈ CA കോഴ്സ്, അല്ലെങ്കിൽ ഈ CA കോഴ്സ് അവർക്ക് പ്രയാസകരമാവുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ ഈ CA കോഴ്സ് അവർക്ക് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിട്ടാണ് അവർ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അവർ പഠിക്കുന്നത്, അവരുടെ എത്രത്തോളം അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടാണ് അവർക്ക് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ സ്ട്രീമിൽ നിന്ന് വന്നിട്ട് പോലും അവർ ഇതിനെ എങ്ങനെയൊക്കെയാണ് ഡ്രീം ചെയ്യുന്നത് എന്ന് പോലും നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്നൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സോ സയൻസ് എന്നൊക്കെ CA എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ താഴെ കമൻറ്റിലൊക്കെ കാണാറുണ്ട്. അത്തരം വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോസും ഇവരുടെ വാക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇവരെ നാളെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്ത് നമുക്ക് കാണാൻ കഴിയണം. നാളെ ഇവർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് പുറത്തിറങ്ങി ഇതേപോലെ CA ഫാരിഷയും CA ഫെമിനെയും CA ദേവനന്ദയെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.